ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിർദ്ദേശം തരുന്നു. ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്കായി സ്വയം സമർപ്പിച്ചുകൊണ്ട് യുക്തിപൂർവം ചിന്തിച്ച് യുക്തമെന്ന് ബോധ്യമാകുന്നത് തിരഞ്ഞെടുത്താൽ അബദ്ധം പ്രവർത്തിക്കുവാൻ ഇടയാകില്ല. ആത്മാവിനെ ഏൽപ്പിച്ചു എന്ന ഭാവത്തിൽ ചിന്താശൂന്യമായി പ്രവർത്തിക്കുവാനും യുക്തിയും ബുദ്ധിയും മാത്രം മതിയെന്നു കരുതി ദൈവാത്മാവിനെ അവഗണിക്കുവാനും പാടില്ല. രണ്ടും ഒരുമിച്ചു പോകേണ്ടതാണ്. ശമൂവേൽ പ്രവാചകൻ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തു. കൃഷിക്കാരനായി അന്നുവരെ ജീവിച്ച ശൗലിന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലായിരുന്നു. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. അപ്പോൾ യുക്തമെന്ന് തോന്നുന്നതെന്തോ അത് പ്രവർത്തിക്കുക. വിശ്വസ്തനായി സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതൻ സ്വന്തം അനുഭവം ഇപ്രകാരം വിവരിച്ചു: സെമിനാരിയിൽ ചേരുവാൻ അപേക്ഷ അയച്ച ദിവസം വലിയ ഭാരം അനുഭവപ്പെട്ടു. തീരുമാനമെടുക്കുവാൻ വളരെ പ്രയാസം തോന്നി. അന്ന് 2 സ്നേഹിതന്മാരോടൊത്ത് രാത്രി 2 മണിവരെ പ്രാർത്ഥിക്കുവാനും ആലോചിക്കുവാനും സമയം ചെലവിട്ടു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തൻ്റെ തിരഞ്ഞെടുപ്പിനെപ്പറ്റി നിശ്ചയം ലഭിച്ചിരുന്നു. ഇന്നും പതറാതെ തൻ്റെ ശുശ്രൂഷയിൽ ഏകാഗ്രതയോടെ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ദൈവാത്മാവിൻ്റെ സഹായവും യുക്തിപൂർവമുള്ള ചിന്തകളും പരസ്പര പൂരകങ്ങളാണ്. 1 ശമൂവേൽ 10:6. കർത്താവിൻ്റെ ആത്മാവ് നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കുവാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തുകൊള്ളുക. ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.